ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഈ ന്യൂ ജനറേഷനിലെല്ലാം വരുന്ന പല ആളുകൾക്ക് നിസ്സാരമായ ഒരു പ്രശ്നം പോലും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് അമ്പലത്തിൽ പോകുന്നുണ്ടാവും, പള്ളിയിൽ പോകുന്നുണ്ടാവും, അതൊരു സൈഡ് മാത്രമാണ്. അതേസമയം പ്രശ്നങ്ങളെ ശക്തമായി ഫേസ് ചെയ്യാനുള്ള കഴിവ് പലർക്കും കാണുന്നില്ല. പിന്നെയും പഴയ ആളുകൾക്കൊക്കെ എന്ത് വിഷയങ്ങളെയും ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ കഴിവ് വരുമ്പോൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കൂടുതലും അവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചെറിയ നിസ്സാരമായി ഒരു മാഷ് തല്ലി, അല്ലെങ്കിൽ ക്ലാസ്സിലെ ഒരു പരീക്ഷയിൽ എക്സാമിൽ തോറ്റു, അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് തല്ലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ അമ്പലത്തിലും പള്ളിയിൽ പോകുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല, തത്വമറിയുന്ന വിശ്വാസികൾ നമുക്കിടയിൽ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. വിശ്വാസികൾ രണ്ടു തരമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ അവതരിപ്പിച്ച വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം. തത്വമറിയുന്ന വിശ്വാസികളും തത്വമറിയാത്ത വിശ്വാസികളും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുമ്പോൾ അയാളൊരു വിശ്വാസി കേട്ടോ, ഒരു കുറി തൊട്ട് അയാൾ വിശ്വാസി കേട്ടോ, നമ്മൾ ഇങ്ങനെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ ഈ ഈശ്വര വിശ്വാസത്തിന് ഒരു അളവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് 1% മുതൽ 100% വരെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ശതമാനം മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഒരു വ്യക്തിയുടെ ഒരു ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ എന്താ മനസ്സിലാക്കുന്നത്, അത്യാവശ്യം കാണാനൊക്കെ തണ്ടും തടിയൊക്കെ ഉണ്ടോ, നല്ല ആരോഗ്യം എന്നാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് 5 തരത്തിലുള്ള ബാലൻസ് ആ വ്യക്തിയിൽ ഉണ്ടാവണം. ഇത് പിന്നീട് സൈക്കോളജി കൂടെ പഠിക്കുമ്പോൾ ഞാൻ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചതാണ്. അതായത് ഫിസിക്കൽ ബാലൻസ്, അത് തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ആരോഗ്യം തന്നെയാണ്, പുറമേ കാണുന്ന ആരോഗ്യമാണ്. മെന്റൽ ബാലൻസ്, എന്ത് പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കുറപ്പ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റിയാണ് മെന്റൽ ബാലൻസ്. എഡ്യൂക്കേഷൻ ബാലൻസ്, വിദ്യാഭ്യാസം, ഐക്യു ആണ് എഡ്യൂക്കേഷൻ ബാലൻസ്. ഫിനാൻഷ്യൽ ബാലൻസ്, അത്യാവശ്യം സാമ്പത്തികം കയ്യിലുണ്ടാകുക എന്നതാണ്. കുറെ ആഗ്രഹിച്ചോണ്ട് കാര്യമില്ലല്ലോ. നമുക്കിപ്പോ പല ആളുകളെയും സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പല കാര്യം ചെയ്യണമെന്നുണ്ട്. കയ്യിൽ പൈസ ഇരിക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഒരു വീണ് കിടക്കുന്ന ഒരുത്തരെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം വേണം, നിങ്ങൾ ആഗ്രഹിച്ചോണ്ട് കാര്യമില്ല. അതേപോലെ തന്നെ സ്പിരിച്വൽ ബാലൻസ്, ഈ 5 ബാലൻസ് കൃത്യമായിട്ടുള്ളവരെയാണ് ആരോഗ്യവാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പുറമെ കുറെ തണ്ടും തടിയുണ്ട്, കുറെ മസിൽസ് ഉള്ളതുകൊണ്ട് ആരോഗ്യവാൻ ആവൂല എന്ന് ജീവിതം എന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ബാലൻസിന്റെ കുറവാണ്. ദാറ്റ് ഈസ് ഇന്നത്തെ ന്യൂ ജനറേഷനിലെ പല ആളുകൾക്കും സ്പിരിച്വൽ ബാലൻസ് എന്ന സാധനം കുറയുന്നു. അപ്പൊ പഴയ ആളുകളുടെ എന്താണ് കുറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യൽ ബാലൻസ് ആണ് കുറയുന്നത്. കുറച്ചുകൂടി എഡ്യൂക്കേഷൻ ബാലൻസ് കുറവാണ്. പക്ഷേ അവരുടെ ജീവിതം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് പലതും നേടിയെടുക്കുന്ന ഒരു ലെവലിലേക്ക് അവർ എത്തുന്നത് കൊണ്ട് അവർക്ക് ഈ മെന്റൽ ബാലൻസ് കറക്റ്റ് ആയിരിക്കും. എന്ത് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. അതേസമയം പുതുതായി വരുന്ന പുതിയ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യവും അച്ഛനും അമ്മയും ഇങ്ങനെ കൃത്യമായി കൊടുത്തു വരുന്നതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നവും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് മെന്റൽ ബാലൻസ് കുറവാണ്, സ്പിരിച്വൽ ബാലൻസ് കുറവാണ്. എന്തുകൊണ്ട്? തത്വമറിയാത്ത വിശ്വാസികളാണ്. തത്വമറിയുന്ന വിശ്വാസി മാത്രമേ സ്പിരിച്വൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ആരാണ് ഈശ്വര വിശ്വാസി? വീണ്ടും ഭഗവത്ഗീതയിലേക്ക് 2-ാം അധ്യായം സാംഖ്യയോഗം. പ്രജാഹാദിയതാകാമൻ സർവാൻ പാർത്ഥമനോപി തന്നെ ആത്മനെ ആത്മനാശിഷ്ട സ്ഥിതപ്രജ്ഞസ്തുച്ഛതയും. ഞാൻ ആദ്യമായിട്ടാണ്, പല സംസ്കൃത ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിതപ്രജ്ഞൻ എന്ന വാക്ക് വളരെ സത്യസന്ധമായി ഞാൻ ആദ്യമായി വായിക്കുന്നത് ഭഗവത്ഗീതയിലാണ്. അതായത് അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവരെ ഈശ്വര വിശ്വാസി എന്ന് പറയുന്നു. അവിടെ നിന്നാണ് ഇതിന്റെയൊക്കെ ഇന്റർപ്രിട്ടേഷനാണ്. നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത്രയും വരുന്നു. അതിന് ഞാൻ മനസ്സിലാക്കിയത് ഈശ്വര വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ്? അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നവരൊക്കെ വിശ്വാസിയോ, ദൈവത്തിലൊന്നും കഥയില്ല എന്ന് പറയുന്നവരൊക്കെ ഈശ്വരവാദിയാണ്. ഇത് നമ്മൾ കൊടുത്ത ഡെഫിനിഷനാണ്. ഭഗവാൻ ഗീതയിൽ കൊടുത്ത ഡെഫിനിഷൻ ഞാൻ മനസ്സിലാക്കുന്നത് അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഈശ്വര വിശ്വാസി. ദാറ്റ് ഈസ്, സാധാരണ ആളുകൾ മറ്റുള്ള ഒബ്ജക്ട്സ് ആണ് അവരുടെ സന്തോഷത്തെ ഉണ്ടാക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ രാവിലെ ഓഫീസിലേക്ക് പോവാണ്, ആ സമയത്ത് നമ്മൾ നമ്മുടെ ഭാര്യയുമായി തെറ്റി എന്ന് വിചാരിക്കാം. എങ്കിൽ അന്ന് വൈകുന്നേരം വരെ എന്നാൽ അവൾ എന്നോടത് പറഞ്ഞാന്നല്ലോ എന്നൊരു ദുഃഖം നമ്മളിൽ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താവുമായിട്ടൊന്ന് ഉടക്കി, ആ വിഷമം നമുക്ക് അതേപോലെ ഉണ്ടാവും. നമ്മൾ ബസ്സിൽ കയറി 8 രൂപയിലേക്ക് 20 രൂപ കൊടുത്തു തരേ എന്ന് പറഞ്ഞു, അയാൾ തന്നില്ല, 12 രൂപ പോയി കിട്ടി. പിന്നെ നമ്മൾ ഓഫീസിലൊക്കെ ആലോചിക്കും, കഷ്ടം 12 രൂപ വെറുതെ പോയല്ലോ. പിന്നെ ആരെത്ര സമാധാനിച്ചിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ മകനോ മകളോ A+ കിട്ടുമെന്ന് കരുതി, പക്ഷെ മോനെ A കിട്ടിയുള്ളൂ, തീർന്ന്. പക്ഷെ ആളുകൾ മുന്നിൽ മാനം കെട്ടു.
എന്തിന് സ്ഥിരമായി കാണുന്ന ഒരു സീരിയൽ കാണുന്ന സമയത്ത് കേബിൾ കട്ടായി നമുക്ക് ദുഃഖം ഉണ്ടാവും. ദാറ്റ് ഈസ് നമ്മൾ സന്തോഷിക്കണോ നമ്മൾ ദുഃഖിക്കണോ, നമ്മളെ അത് തീരുമാനിച്ചത് മറ്റുള്ള ഒബ്ജക്ട്സ് ആണ്. നിങ്ങൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആയിരുന്നു. നിങ്ങൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ തീരുമാനിച്ചത് നിങ്ങൾ കയറിയ ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു. നിങ്ങൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ തീരുമാനിച്ചത് നിങ്ങളുടെ കേബിൾ TV ആയിരുന്നു. ഇങ്ങനെ മറ്റുള്ള ഒബ്ജക്ട്സിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നവരാണ്. മറ്റുള്ള ഒബ്ജക്ട്സിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവരെല്ലാം നിരീശ്വരവാദികളും അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവരെല്ലാം ഈശ്വര വിശ്വാസികളുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഈ മറ്റുള്ള ഒബ്ജക്ട്സിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സന്തോഷം കിട്ടൂല എന്നല്ല, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. കാരണം അവർ സന്തോഷം തരുന്നത് വരെയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് പലതും എക്സ്പെക്ട് ചെയ്യുന്നു. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവർ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ സന്തോഷം കിട്ടുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല അവർ നിങ്ങളോട് പെർഫോം ചെയ്യുന്നത്, നിങ്ങൾക്ക് വിഷമമാണ് വരുന്നത്. അതേസമയം നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഇപ്പോ കൂടുതൽ സമയം മെഡിറ്റേഷൻ ചെയ്യുന്നവർ, നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. അതും അപ്പോഴാണ് ഞാൻ പറഞ്ഞ ചെറുപ്പത്തിൽ കേട്ട ആ വാക്കും ഇതുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു എന്താണ് ജനനം എന്താണ് മരണം എന്നുള്ളത് ഡീറ്റെയിൽ പഠിക്കാൻ പോവാ. മനസ്സിലാക്കിയ കാര്യം, നമ്മൾ അച്ഛനും അമ്മയും നമുക്കൊരു ശരീരം മാത്രമാണ് തരുന്നത്. അതിൽ ഈ ജീവൻ എന്ന് പറയുന്ന സാധനം ദൈവമാണ് തരുന്നത്. അല്ലെ ദൈവം എന്നല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയാം കേട്ടോ. അതിനെ നമുക്ക് ഏത് പേരിലും വിളിക്കാം. ദൈവം എന്ന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനാണ് ഒരു ശക്തി എന്ന് പറയാം. ദാറ്റ് ഈസ് ഒരു മൊബൈലും സിമ്മും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. ഒരു വളരെ വില കൂടിയ ഒരു മൊബൈൽ നമ്മൾ വാങ്ങിച്ചു എന്ന് കരുതി അതിൽ ഒരു കോളും വരില്ല. അതിൽ സിം ഉണ്ടെങ്കിലേ കോള് വരും. ഇതുപോലെ അച്ഛനും അമ്മയിൽ നിന്ന് നമ്മളാകുന്ന മൊബൈലേ ഉള്ളൂ. അതിലെ സിം എന്ന് പറയുന്നത് ഈ വലിയൊരു എനർജിയായ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഇതാണ്. തരുന്ന ദൈവം തന്നെയാണ് അത് തിരിച്ചെടുക്കുന്നത്. ആ സിമ്മ് തരുന്ന അവസ്ഥയെ ജനനമെന്നും സിമ്മ് ഇല്ലാതെ ജനിച്ചു കഴിഞ്ഞാൽ ചത്തകുട്ടിയാവുന്നു. സിമ്മ് എപ്പോഴാണോ ഊരുന്നത് ആളുകൾ നമ്മൾ മരിച്ചു എന്നും പറയും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് ബോഡി ഉണ്ടല്ലോ. പക്ഷെ എന്നിട്ടും നമ്മൾ മരിച്ചു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ആ സിമ്മ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ അടുത്ത ചോദ്യം എന്റെ മനസ്സിൽ വന്ന സംശയങ്ങളാണ്. സ്വർഗമുണ്ടോ നരകമുണ്ടോ? അങ്ങനെ കുറെ ആയി കേൾക്കുന്നത്. ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, നമ്മൾ അതേപോലെ തന്നെ ആവും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? വീണ്ടും കാരണം ഞാൻ ഈ സ്വർഗത്തുനിന്ന് വന്ന ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് സംശയം. ഞാൻ കണ്ടതിനെ വിശ്വസിക്കും. ഞാൻ അങ്ങനെ ചിന്തിച്ചു. എനിക്ക് മനസ്സിലായി ഈ മൊബൈൽ ഈ ദൈവത്തിന്റെ ആകെ റോള് നമ്മളെ മൊബൈലിൽ നിന്ന് സിമ്മ് മാറ്റലും കൊടുക്കലുമാണ്. സിമ്മ് ഊരി നമുക്ക് വേറൊരു ശരീരം കിട്ടുന്ന വരെയുള്ള ഒരു സമയം ഒന്നുകിൽ നമ്മൾ ഭീകരമായ വേദന അനുഭവിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വളരെ സന്തോഷപ്രദമായി പോകുന്നു. ഈ അവസ്ഥയെയാണ് സ്വർഗം നരകം എന്ന് പറയുന്നത്. ആക്ച്വലി സ്വർഗം നരകവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ആ അന്തരീക്ഷത്തിൽ നിന്ന് വേറൊരു ശരീരം നമുക്ക് കിട്ടുന്നത് വരെ ഈ സിമ്മാവുന്ന നമ്മൾ പോയി ഇത്രയും സമയത്തിനെയാണ് നമ്മൾ സ്വർഗം നരകം എന്ന് പറയുന്നത്. കർമ്മഫലത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഒരുവിധം എല്ലാവരും ജോലികൾ ചെയ്യുന്നത്. എല്ലാവർക്കും എന്ത് ചെയ്താലും എന്തെങ്കിലും റിസൾട്ട് വേണം. മുമ്പ് ഞാൻ അനുഭവം, അടുത്ത വീട്ടിലൊരു കല്യാണത്തിൽ ഒരു കല്യാണപ്പുരയുണ്ട്. അച്ഛൻ അവിടേക്ക് അവരെ സഹായിക്കാൻ പോവാ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇപ്പൊ അവിടെ പോയി സഹായിക്കുന്നത് നാളെ നമ്മുടെ വീട്ടിലൊരു കല്യാണം വന്നാൽ അയാളൊക്കെ സഹായിക്കുന്നു അങ്ങനെയൊക്കെയല്ലേ, അതുകൊണ്ടായിരിക്കില്ലേ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ എന്റെ ജോലി ചെയ്യിക്കുന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ റിസൾട്ട് ഓറിയന്റഡ് ആയി ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് വേദനയാണ് ഉണ്ടാവുക. ഞാനത് നോക്കുന്നില്ല. എന്റെ അയൽവാസിയുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ എന്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്യാന്നുള്ളത് എന്റെ ഒരു കടമ മാത്രമാണ്. കർമ്മണ്യധികാരസ്ഥ മാഫലേഷു കഥാചന മാ കർമ്മത്തിൽ മാധ്യ സങ്കോസ്ത കർമ്മണി. കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ, കർമ്മഫലത്തിലില്ല. നമ്മൾ നമ്മളെ പണിയെടുക്കുക. അവര് സഹായിക്കും സഹായിക്കാതിരിക്കുക, അത് നമ്മളെ ഇതിൽ പെടുന്നല്ല. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ അച്ഛനോർ പറഞ്ഞിട്ടില്ലെങ്കിൽ പലരും പറയാറുണ്ട്, എന്തായാലും ഡോക്ടർ ആവണോ, എന്തായാലും എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ ഞാനിപ്പോ ചെറുപ്പത്തിൽ നിന്നെ നോക്കി ഭാവിയിൽ ഞാൻ വയസ്സാകുമ്പോ നീ എന്നെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയാറ്. അതിനൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഞാൻ മനസ്സിലാക്കിയതാണ്. ശരിയാണെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. ഈ ഒരു ചെറിയ കുട്ടി അമ്മയും തമ്മിലുള്ള ഒരു ബന്ധം, ഇതാണ് സംഭവം. ആ കുട്ടിയുടെ മുന്നിൽ കുറെ കളിപ്പാട്ടം തരുന്നു. അമ്മയ്ക്ക് അടുക്കളയിൽ പണിയെടുക്കണം. അപ്പൊ ആ കുട്ടി ഈ കളിപ്പാട്ടത്തിലൊക്കെ കളിച്ചിരുന്ന അമ്മേനെ വിളിക്കൂല. അമ്മയ്ക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാം. കളിപ്പാട്ടൊക്കെ മാറ്റി വെച്ച് എനിക്ക് അമ്മനെ കണ്ടേ പറ്റൂ വാശി പിടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേറെ
ഓപ്ഷനൊന്നുമില്ല, കുട്ടിയുടെ മുന്നിൽ വന്നേ പറ്റൂ. ഇതുപോലെ ദൈവം നമ്മളെ മുന്നിൽ വരാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ കളിപ്പാട്ടങ്ങളെ മാറ്റിവെക്കണം. നമുക്ക് എന്തിനോടാണോ കൂടുതൽ താല്പര്യമുള്ളത്, ഈ താല്പര്യമുള്ളതിനൊക്കെ ഒന്ന് മാറ്റിവെച്ച് എനിക്ക് ഭഗവാനെ കണ്ടേ പറ്റൂ എന്നൊരു വാശിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ദൈവം വരും. പിന്നെ വീണ്ടും സംശയം, ധ്യാനം, മെഡിറ്റേഷൻ. ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നും, ഓൺലി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ദൈവം നമ്മളെ മുന്നിൽ ദൈവമായിട്ട് വരും എന്നുള്ളതാണ്. കാരണം നമ്മൾ വായിച്ച പല കഥകളിലും മഹർഷിമാരൊക്കെ ഇങ്ങനെ കുറെ വർഷം ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം മുന്നിൽ വരുന്നുണ്ട്. പക്ഷേ അനുഭവത്തിൽ നിന്ന് വീണ്ടും പഠിക്കുന്നു, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തിനെയാണോ എല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിട്ട് ദൈവം വരുന്നു. ഇങ്ങനെയാണ്. അല്ലാണ്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭക്തിയായിട്ട് ബന്ധമില്ല. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ ഈ അമ്പലമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അത് കൂടുതലായി കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ അബദ്ധത്തിൽ ഒരാളെ പരിചയപ്പെടുകയാണെങ്കിലും അയാളും ഒരു ഭക്തി മാർഗത്തിലൊക്കെ ചലിക്കുന്ന ആളുകളും അയാളും ഒരു അമ്പല കമ്മിറ്റിയായി ബന്ധപ്പെടുന്നതോ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മതം എന്നല്ല പറഞ്ഞത്, ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുന്ന ആളുകളായിരിക്കും. ഒന്ന്, നിങ്ങൾ അത്യാവശ്യം മദ്യം കഴിക്കുന്ന സ്വഭാവമാണ്, 24 മണിക്കൂർ മദ്യം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അബദ്ധത്തിൽ ഒരുത്തനെ പരിചയപ്പെടുകയാണെങ്കിൽ നിങ്ങളെക്കാൾ വെള്ളമായിരിക്കും അയാൾ. നിങ്ങൾ പരിചയപ്പെട്ടാൽ എടാ ഒന്ന് കൂടുന്നോ എന്ന് ചോദിക്കുന്നവനായിരിക്കും. നിങ്ങൾ ഒരു ഭയങ്കര പഠിപ്പിച്ചിട്ടാണ് വിചാരിച്ചോ, നിങ്ങൾ അബദ്ധത്തിൽ പരിചയപ്പെടുന്ന ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും ഒക്കെ തന്നെ എപ്പോഴും പഠിക്കുന്നവരും പുതിയ പുതിയ കോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നവരും അങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. പൊതുവിൽ നിങ്ങളുടെ സ്വഭാവം റോങ് ആയിട്ടുള്ള സ്വഭാവമാണെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കാൾ വലിയ റോങ് ആയിരിക്കും. ദാറ്റ് ഈസ്, നിങ്ങൾ എന്തിനെ ചിന്തിക്കുന്നോ അതായി ദൈവം വരുന്നു. ഇനി നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണനെ ആ രൂപത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ദൈവത്തിന് മുന്നിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, ദൈവമായി തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നു. വേറെ ഓപ്ഷൻ, നോ അതർ ഓപ്ഷൻ. നിങ്ങൾ എന്തിനെ ചിന്തിക്കുന്നോ അതായി വരുന്നു. അല്ലാണ്ട് ദൈവത്തിന് ഇവിടെ ഒരു വാശിയില്ല നിങ്ങൾ ഇങ്ങനെ ആവണമെന്ന്. ഞാൻ മനസ്സിലാക്കിയതാണ്. അത് ഈ ലോകത്തെ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. അല്ലാണ്ട് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ കണ്ണുപൂട്ടി ഇങ്ങനെ ചെയ്യുന്നതിനല്ല, കൂടുതൽ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു അതാണ്. അത് ദൈവത്തെ കുറിച്ച് ചിന്തിച്ചാൽ ദൈവമായി വരുന്നു. ചോദിച്ചോളൂ. ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ കഴിഞ്ഞ ജന്മം എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഈസ്, മനുഷ്യൻ 2 രീതിയിലാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ഒന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് വരുന്നവരും, ഒന്ന് ലോൺ എടുത്ത് വരുന്നവരുമാണ്. കഴിഞ്ഞ ജന്മം ഒരുപാട് നന്മകൾ ചെയ്തു വരുന്ന മനുഷ്യന്മാർ, ഒരുപാട് നന്മകൾ ചെയ്തു വരുന്നവർ ഫിക്സഡ് ഡിപ്പോസിറ്റ് വരുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് പലപ്പോഴും നോക്കുമ്പോൾ മഹാതല്ലിപ്പൊടിയായ ആളുകൾ നല്ല അടിപൊളിയായി ജീവിക്കുന്ന നമ്മൾ കാണും. ഇവിടെയൊക്കെ ദൈവം എന്താ ഇവരോടൊന്നും ചെയ്യാത്ത, നമ്മളൊക്കെ എത്ര നല്ല കുട്ടി, എന്നിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പല ആളുകളും പറയാറുണ്ട്. സിമ്പിൾ ഉത്തരവേ ഉള്ളൂ, അയാൾ ഈ ജന്മം ബോറാണ്, പക്ഷേ അയാൾ കഴിഞ്ഞ ജന്മം എന്തൊക്കെയോ ചില നന്മകൾ ചെയ്തു വന്നവരാണ്. കഴിഞ്ഞ ജന്മം നന്മ ചെയ്തവൻ ഈ ജന്മം നല്ല പണക്കാരന്റെയും എല്ലാ സെറ്റപ്പിൽ വരും. പിന്നെ അവൻ ഈ ജന്മം ചെയ്തവനൊക്കെ അടുത്ത ജന്മം കിട്ടും. പരിധി വിട്ടുള്ള നന്മയോ പരിധി വിട്ടുള്ള തിന്മയോ ചെയ്യുന്നവരെ മാത്രമേ ഈ ജന്മം നിങ്ങൾ ചെയ്തതിന് കിട്ടുള്ളൂ. ദാറ്റ് ഈസ്, ദൈവം അതേപോലെ തിരിച്ചും തന്നെയാണ്. നമ്മൾ പല വിഷമം അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിന്റെ നമ്മൾ ലോൺ എടുത്ത് വന്നവരാണ്. കഴിഞ്ഞ ജന്മം എന്തൊക്കെയോ ചിലത് ചെയ്തിട്ടുണ്ട്, അതിന്റെ മറുപടിയാണ് ഈ ജന്മം കിട്ടുന്നത്. ഈ ലോകത്തിലെ എല്ലാ കാര്യം എന്താണ് വേണ്ടത്? കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. അല്ലാണ്ട് ഒരാൾ പറഞ്ഞു പോകുന്നു, അതിന്റെ കുഴപ്പമാണ്. അതാണ് ഞാൻ ചേട്ടനോട് പറയുന്നത്. ഞാൻ 8ാം ക്ലാസ് വരെ അനുഭവിച്ച പ്രശ്നമാണത്. കാരണം എന്താണ്, നമ്മളിപ്പോ ചില സ്ഥാനാർത്ഥികൾ, അയാൾ 5 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഞാനൊരു പാലം ഉണ്ടാക്കി തരാം. അയാൾ 5 കൊല്ലത്തിൽ അയാൾ ഒന്നും ചെയ്തില്ല. എന്നിട്ട് അയാൾ പറയുന്നത് ഞാൻ പാലം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇത്തവണയും പോകുന്നു. ചേട്ടൻ അന്ന് ഇത് പറഞ്ഞല്ലോ എന്ന് പറയാൻ അയാൾ എനിക്ക് ചാൻസ് തരുന്നില്ല. അയാൾ പറയുന്നു പോകുന്നു, എനിക്ക് ഇനി വേറെ യോഗം കിട്ടോ. ഈ മതപ്രഭാഷണം നടത്തുന്നവരും വരുന്നു, ഈ ദൈവത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ നമുക്കവിടെ സംശയമുണ്ട്, അയാൾ ചാൻസ് തരുന്നില്ല. ഇങ്ങനെ നമ്മളെ ചുറ്റുമുള്ള ഓരോ ആളും ഒരു കാര്യത്തിന് അവരൊരു വിഷയം അവതരിപ്പിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു 5 മിനിറ്റ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ പറയുന്നത്, ആ വിഷയത്തിൽ നമ്മുടെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യാം. പക്ഷെ കൗണ്ടർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി വേണം. നരകം കിട്ടുന്നത് ഇതെന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് സ്വർഗവും നരകമായി പോകുന്നു? പിന്നീട് ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ആ ആത്മാവോ അല്ലെങ്കിൽ ആ ശരീരമോ തിരിച്ച് ഒരു ജന്മത്തിലേക്ക് വരുന്നുണ്ടോ? അതെങ്ങനെയാണ്? യെസ്, പറയട്ടെ. ഓക്കെ,
ഒന്നാമത് 8ാം ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സ് പഠിച്ചവരാണ് എനർജി നൈദർ ക്യാൻ ബി ഡിസ്റ്റോർഡ് നോ ക്യാൻ ബി ക്രിയേറ്റഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മയ്ക്ക് ഒരു മക്കളെ ഉണ്ടാക്കാനുള്ള കഴിവില്ല. എനർജിയെ ഉണ്ടാക്കാൻ ഒരു വലിയ എനർജിക്കേ പറ്റൂ. ഞാൻ ദൈവം എന്നും പറയുന്നില്ല. ഒരു വലിയൊരു കാന്തം, ചെറിയ ബ്ലേഡ്, നമ്മുടെ ബ്ലേഡ് വലിയ കാന്തം, ഇങ്ങനെ കണക്കാക്കിയാൽ മതി. ശരി, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളാകുന്ന മൊബൈലിൽ നിന്ന് സിം മാറ്റുമ്പോൾ ഇത്രയും കാലം നമ്മൾ 90 വയസ്സ് വരെ ജീവിച്ചാൽ ഈ 90 വയസ്സ് വരെ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയോ ഇതെല്ലാം അതിലുണ്ട്. നിങ്ങളുടെ ഒരു ചിന്ത പോലും, ജസ്റ്റ് ഒരു ചിന്ത പോലും അതിൽ റെക്കോർഡഡ് ആണ്. അതിനനുസരിച്ചാണ് സ്വർഗം നരകം ഞാൻ പറയുന്നില്ല. നിങ്ങൾ സന്തോഷവും ദുഃഖവും അനുഭവിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മരിക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. നിങ്ങൾ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോയാൽ മതി. ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഡീപ്പ് മെഡിറ്റേഷൻ ഞാൻ എപ്പോഴും വെച്ചാല് കൈ എപ്പോഴും ഞാൻ ചിന്മുദ്ര പിടിക്കാറുണ്ട്. കാരണം ഋഗ്വേദത്തിലെ അതിരോപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം എന്നുള്ള ആ ഒരു ഇതിനെ കൂടുതൽ നമ്മളൊരു കോൺഷ്യസ് ആയി ജീവിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലീവൊക്കെ എടുത്തിട്ടും ഈ ഹരേരാമന്ത്രം മാക്സിമം ജപിക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഈ ഏകാദശി ദിവസം കൂടുതൽ സമയം അന്ന് ഞാൻ പഠിക്കൂല, കൂടുതൽ സമയം മെഡിറ്റേഷനിൽ തന്നെ പോകും. കാരണം ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാ വരിക? എനിക്കൊരു ബന്ധുവേ ഉള്ളൂ, ഒരു ഫ്രണ്ടേ ഉള്ളൂ. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാതെ ആരെയും ഞാൻ എൻ്റെ സ്ഥിര ബന്ധുവായി കണക്കാക്കിയില്ല. ഞാൻ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഈ ലോകത്തിൽ ഞാൻ ഇന്നേ വരെ പരിചയപ്പെട്ട എല്ലാവരെയും താൽക്കാലിക ബന്ധുക്കളായിട്ടാണ് കണക്കാക്കിയത്. കാരണം അവർ വന്നും പോയും കളിക്കുന്നവരാണ്. ഈ തിയറിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് ദൈവം മാത്രമേ എന്റെ സ്ഥിരബന്ധു ഉള്ളൂ എന്നും ബാക്കി എല്ലാവരും വന്നു പോകുന്നവരാണ്. ഈ വന്നു പോയി കളിക്കുന്നവരെ താൽക്കാലികം എന്നാ പറയാം. കാരണം നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ ഒരു പ്രത്യേക സമയം വരെ നമ്മൾ അച്ഛനും അമ്മയുള്ളൂ, പിന്നെ അവർ തട്ടിപ്പോകുന്നു. എങ്കിൽ അവരെങ്ങനെ നമ്മളെ സ്ഥിരമാകും? നമ്മളൊരു പ്രത്യേക പ്രായത്തിലാണ് ഭാര്യയും ഭർത്താവും വരുന്നുള്ളൂ. നമ്മൾ ജനിക്കുമ്പോൾ ഭാര്യയും കൊണ്ടാണോ വരുന്നത്? ഒരു പ്രത്യേക പ്രായത്തിലാണ് ഭാര്യ വരുന്നത്. താൽക്കാലിക ബന്ധുവാണ്. ഒരു പ്രത്യേക പ്രായത്തിന് ശേഷമാണ് മക്കൾ വരുന്നത്. ജനിക്കുമ്പോൾ മക്കളെയും കൊണ്ടല്ല വരുന്നത്, താൽക്കാലികമാണ്. അതേസമയം അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉണ്ടായുള്ളൂ. ഇറങ്ങി വന്നതിന് ശേഷം 24 മണിക്കൂർ ഞാൻ എല്ലാവരിലും കാണുന്നത് ഭഗവാനെയാണ്. മരിച്ചാൽ ഞാൻ എത്തുന്നതും ഭഗവാന്റെ അടുത്തേക്കാണ്. ഭഗവാൻ മാത്രമാണ് എൻ്റെ സ്ഥിരബന്ധു. ദാറ്റ് ഈസ്, നമ്മൾ എത്ര സമയം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ ഇത് നമ്മുടെ സിമ്മിൽ റെക്കോർഡഡ് ആണ്. ഈ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ ഡീപ്പ് മെഡിറ്റേഷൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും ചെയ്തു നോക്കാം. ഡീപ്പ് മെഡിറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ മാറി. നിങ്ങൾക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങളെയും ആത്മാവിനെയും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ സ്പ്ലിറ്റ് ചെയ്ത് ആത്മാവ് അങ്ങ് പോകും. ഈ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ഈ ഡീപ്പ് മെഡിറ്റേഷൻ ഒരു ഗുരു ഇല്ലാതെ ചെയ്യരുത്. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഒരാൾ വന്ന് നമ്മളെ മുട്ടുന്ന വരെ നമ്മൾ അങ്ങനെ ഇരുന്നു. ഇങ്ങനെ സമയം എനിക്ക് 2 തവണ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ കട്ടായിട്ടോ. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി നല്ല സുഖമുള്ളൊരു പരിപാടിയാണ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് സ്വർഗം നരകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ആ പറയുന്ന അവസ്ഥ കിട്ടുന്നു. ഇത്രയും ചെയ്യൂ. ഇതാ ഈ കൈ ഇങ്ങനെ ഈ വിരൽ നമ്മൾ കണക്ട് ചെയ്യാം. നമ്മളുടെ കോൺഷ്യസ് ലെവൽ ഉയരുന്നു. എന്നിട്ട് ഏതെങ്കിലും മൂലമന്ത്രം ഓം നമഃ ശിവായ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഏതെങ്കിലും ഒരു മൂലമന്ത്രം നിങ്ങൾ മാക്സിമം ഓരോ ദിവസവും നന്നായി ജപിക്കുക. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ചിന്മുദ്ര പിടിക്കുകയും ചെയ്തു നിങ്ങൾ ഇരുന്നു നോക്ക്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും. ചെയ്തു നോക്ക്. അല്ലേ? എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാം, എന്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റാണ്, ഒരു വെരിഫൈഡ് ആണ്, ടിക്ക് മാർക്കുള്ളതാണ്. നിങ്ങൾക്ക് ചോദിക്കാം, ചേട്ടാ ഞാൻ കുറെ കാലമായി ഇതിങ്ങനെ പിടിക്കുന്നു, നിങ്ങളല്ലേ പറഞ്ഞത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതായി വരുന്നു എന്നല്ലേ? അതായി ഞാൻ പറഞ്ഞത്. നിങ്ങളെ ശ്രമിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു മന്ത്രം സീരിയസ് ആയിട്ട് ചെയ്യാം. അവിടെയും റിസൾട്ട് ഓറിയന്റഡ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, എന്നാലും നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അത്രയ്ക്കും പറയുന്നുണ്ട്. മറ്റേ സൈഡിൽ എന്താണ് ഇതിന്റെ തെളിവ് നിങ്ങൾക്ക് പറയാനുള്ളത്? എവിടെയാണ് ലോജിക്? ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവുമായിരിക്കുന്ന സാഹചര്യം ഡയലക്റ്റിക്കലായാണോ താങ്കൾ ചിന്തിക്കുന്നത്, ഉപദേശിക്കുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ചേട്ടാ ഞാൻ പറയുന്നത്, അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ ഞാൻ ലോജിക്കാണ് കൂടുതൽ നോക്കുന്നത്. സർ ശ്രദ്ധിക്കണം, ചോദിച്ചു ഓടരുത്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് പറയുമ്പോൾ അത് പല പെർസെപ്ഷൻ ഉണ്ട് അതിന്.
ഞാൻ കുറച്ചും കൂടെ ലോജിക്ക് നോക്കുന്നു. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുന്നു വിചാരിച്ചു. കുറച്ച് സൈനികർ മരിക്കുമ്പോൾ, അവരെ സൈനികർ മരിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, നമ്മളെ സൈനികരാണെങ്കിൽ അവർക്ക് സന്തോഷം. ശരിക്കും അങ്ങനെ വരും. ഇപ്പൊ നിങ്ങൾ അടുക്കളപ്പണി എടുക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ തിളപ്പിക്കുക എന്നൊരു പ്രോസസ് വരുമ്പോൾ, അതായത് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്, ഒരു സൈനികൻ മരിക്കുമ്പോൾ സന്തോഷവും ദുഃഖവും പെർസെപ്ഷന്റെ പ്രശ്നമാണ്. രണ്ടുപേർക്ക് രണ്ട് രീതിയിലാകുന്ന. അതേപോലെ നിങ്ങളിപ്പോ ഒരു കോഴിമുട്ട തിളപ്പിക്കുന്നു എന്ന് പറയുന്നതും ഒരു ഉരുളക്കിഴങ്ങ് തിളപ്പിക്കുന്നു എന്ന് പറയുന്നതും രണ്ടാണ്. ഉരുളക്കിഴങ്ങിന്റെ ആ മാർദ്ദവം കുറയുമ്പോൾ കോഴിമുട്ടയുടെ മാർദ്ദവം കൂടുകയാണ് ചെയ്യുന്നത്. ചിന്തിക്കൂ. അപ്പൊ നിങ്ങൾക്കൊരു തിയറി പറയാൻ പറ്റില്ല, തിളപ്പിക്കുമ്പോൾ എല്ലാ വസ്തുക്കൾക്കും മാർദ്ദവം കൂടും കുറയുന്നു പറയാൻ പറ്റുമോ? ചിന്തിക്കൂ. അതും പോട്ടെ, 10 മണിക്ക് ഒരു സ്കൂളിന്റെ എക്സാമ്പിളിലൂടെ തെളിയിക്കാം. 10 മണിക്ക് ബെല്ലടിക്കുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാശം തുടങ്ങി. 10 മണിക്ക് ഇതേ ബെല്ലടിക്കുമ്പോൾ ആ ടീച്ചർക്ക് ഇന്നത്തെ ദിവസം തുടങ്ങി. 4 മണിക്ക് ഇതേ ബെല്ലടിക്കുമ്പോൾ 10 മണിക്ക് നാശം എന്ന് പറഞ്ഞ കുട്ടിക്ക് ആ ബെല്ല് വളരെ സുഖം തരുന്നതാണ്. രക്ഷപ്പെട്ടു. ഇതേ ബെല്ല് 4 മണിക്ക് അടിച്ചപ്പോൾ പാവം ആ ടീച്ചർക്ക് വിഷമമാണ് തോന്നിയത്. കാരണം അവർ കഷ്ടപ്പെട്ട് ഒരു പോയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സൈ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ കുട്ടികൾ ഓടുകയായിരിക്കും. ചേടാ ഇതൊന്ന് തീർത്തോ, അത് നാളെ ചെയ്യാൻ ടീച്ചറെ പറഞ്ഞാൽ കൂടെ ആ ടീച്ചർ വേദനയാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ നമുക്ക് ഒരു തിയറി പറയാൻ പറ്റില്ല. ബെല്ലടിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കും, ബെല്ലടിക്കുമ്പോൾ കുട്ടികൾ ഹാപ്പി ആവും പറയാൻ പറ്റൂല. അതേസമയം ലോജിക്കിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കണം. സാർ ശ്രദ്ധിക്കണം, സാർ ശ്രദ്ധിക്കും. 2+3=5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നിന്ന് പറഞ്ഞാലും, അത് ആഫ്രിക്കയിൽ നിന്ന് പറഞ്ഞാലും, റഷ്യയിൽ നിന്ന് പറഞ്ഞാലും 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണ്. അതാണ് ലോജിക്. ലോജിക്കിന് ഈ ലോകത്ത് എല്ലായിടത്തും ഒറ്റ റിസൾട്ടേ ഉള്ളൂ. അതിന് വേറെ റിസൾട്ട് ഇല്ല. ഇന്നതും തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പം മുതൽ ഈ ലോജിക്കാണ് നോക്കിയത്. ലോജിക്ക് നോക്കിയപ്പോൾ എനിക്ക് എന്റെ ചോദ്യം അതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും ഒരു ഈശ്വരവിശ്വാസി ആയിരുന്നില്ല. എനിക്ക് ഫുൾ ടൈം ഹാപ്പി ആയി ജീവിക്കണം. എങ്ങനെ? ഈ ഒരു പല ആംഗിളിലൂടെയും ചിന്തിച്ചു നോക്കി. 24 മണിക്കൂർ എനിക്ക് ഹാപ്പി ആയി ജീവിക്കണം. എങ്ങനെ? അപ്പൊ എന്തായാലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? ഞാൻ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പണിയാണ്. എങ്കിൽ ഇത് തന്നെയല്ലേ ഭഗവാൻ പറഞ്ഞത്, അവനവനിൽ സന്തോഷം കണ്ടെത്തുന്ന ഈശ്വരവിശ്വാസി എന്ന് പറയുന്നു. നിനക്കൊരു ബന്ധുവുള്ളൂ, അത് ദൈവം മാത്രമാണ്. അപൂര്യമാണ് വചനപ്രശിഷ്ടം, ശാന്തിമാണല്ലോ തിന്ന കാമകാമി. ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെയാണെന്ന് ഭഗവാൻ പറഞ്ഞു. സമുദ്രം എന്താണ്? ഒരു ചെറിയ, നിങ്ങളുടെ ഇവിടെ അടുത്തൊരു ചെറിയ തോടൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വെള്ളം വന്നാൽ അത് ഓവർഫ്ലോ വരും. ഒരു സമുദ്രത്തിന് എന്ത് ഓവർഫ്ലോ വരാനാണ്? സമുദ്രത്തിൽ ഇപ്പൊ ഇവിടെ ഒരു വേനൽ വന്നിട്ടൊരു സമുദ്രം പറ്റൂല, ചെറിയ തോടുകളാണ് പറ്റുന്നത്. ഇതുപോലെ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെ ആകണം. എന്ത് പ്രശ്നം വന്നാലും അത് സാരമില്ല, ബാക്കി വരുന്നോട് വെച്ച് കാണാം. ഇങ്ങനെ ചിന്തിക്കാനൊരു മാനസികാവസ്ഥ വേണം. പക്ഷെ ആ മാനസികാവസ്ഥ നമുക്ക് എന്തുകൊണ്ട് പോകുന്നു? നമ്മളുടെ ഇഷ്ടം എന്ന് പറയുന്നതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും താൽക്കാലിക ബന്ധുക്കളിലുമാണ്. അതുകൊണ്ടാണ് വരുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ വലിയൊരു കാന്തവും നമ്മുടെ ഒരു ബ്ലേഡുമാണ്. എങ്കിൽ ഈ കാന്തം ചെയ്യുന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത്, ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു കൈ കൊണ്ട് ഒരു മല ഉയർത്തി, അല്ലെങ്കിൽ ഭഗവാൻ ശിവൻ വിഷം കഴിച്ചോ അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവരും നമ്മളും ഒന്നാണ് എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോ ഒരു സമുദ്രത്തിലെ വെള്ളം നമ്മൾ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുക. അതിൽ എന്തൊക്കെയുണ്ടോ, ഉപ്പ്, എന്തൊക്കെ വാട്ടവർ, അതിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തോ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. ചിന്തിച്ചു നോക്കും. സമുദ്രത്തിൽ നിന്ന് എടുക്കുന്ന ഒരു ബക്കറ്റ് വെള്ളത്തിനും സമുദ്രത്തിനും ഒരേ ക്വാളിറ്റിയാണ് അതിന്റെ ഉള്ളിലുള്ളത്. പക്ഷേ ഒരു ബക്കറ്റ് വെള്ളത്തിന് എന്ത് ഗുണം ചെയ്യാനുള്ളത്? മേലെ കൂടെ ഒഴിച്ച് ഒരൊറ്റ കുളിച്ചാൽ അത് തീർന്നു. അതേസമയം ഒരു സമുദ്രത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? സുനാമി വരുത്താം, ഈ നാട്ടിലെ മൊത്തം ആളുകൾക്ക് വേണമെങ്കിൽ കയറി കുളിക്കാം. ഇതുപോലെ ദൈവം അഥവാ കാന്തം അല്ലെങ്കിൽ വലിയ എനർജി എന്ന് പറയുന്നതിനെ പല കളിയും കളിക്കാൻ പറ്റും. നമ്മുടെ എത്രയോ ലെവലിലാണ് നിൽക്കുന്നത്. എങ്കിൽ നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? ആകാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം ദൈവത്തിൽ മെഡിറ്റേഷൻ ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. ദൈവത്തിൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമുക്ക് സമുദ്രമൊന്നും ആ ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുളമെങ്കിലും ആകാം. അത്രയെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ആളുകൾക്ക് നമ്മളെ കൊണ്ടൊരു, അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കഥയെഴുത്ത്
അദ്ദേഹം ചോദിച്ചത് തലയിലെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഞാൻ പറയുന്നു, കഴിഞ്ഞ ജന്മം എന്താണോ ചെയ്തിരിക്കുന്നത് അതിന്റെ റിസൾട്ടാണ് അനുഭവിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഈ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞോളൂ. ദൈവം ഒരു 50 എവിടെ തരുന്നുള്ളൂ. 50 നമ്മൾ തന്നെയാണ് എന്ത് കാര്യത്തിലും ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പൊ താൻ പാതി ദൈവം പാതി, അതിന്റെ അർത്ഥം എന്താ? ഒരു പഠിക്കുന്ന കുട്ടി ചോദിക്കുകയാണ്, ചേട്ടാ താൻ പാതി ദൈവം പാതി എന്നല്ല, ഞാൻ ഒന്നും പഠിക്കുന്നില്ല, എനിക്ക് സെക്കൻഡ് ക്ലാസ് മാർക്ക് കിട്ടൂല, കാരണം ദൈവത്തിന്റെ 50% കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണോ? നമ്മൾ നന്നായി പഠിക്കുന്നു, എന്നിട്ട് ദൈവത്തിൽ കൂടെ വിശ്വസിച്ച് അത് കംപ്ലീഷനാണ് ദൈവം. ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള യോഗം ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മുടെ ജാതക പ്രകാരം അങ്ങനെ ഒരു യോഗമുണ്ട്. നിങ്ങൾ അത് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ PSC പോകുന്നില്ലെങ്കിൽ PSC ചെയർമാൻ നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളോട് അപേക്ഷ ചോദിപ്പിക്കുക, അത് നിങ്ങൾ തന്നെ അപേക്ഷിക്കണം. ഇതേപോലെ ഇനി നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള യോഗമേ നമ്മളെ തലയിലില്ല. പക്ഷെ എന്നാലും നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട ഒരു പ്യൂണെങ്കിലാവാൻ പറ്റും. കാരണം പകുതി നമ്മുടെ കയ്യിൽ തന്നെയാണ് ദൈവം തരുന്നത്. അതായത് ഇതിന്റെയൊക്കെ പ്രശ്നം ഐക്യമാണ്. നല്ല ഐക്യമുള്ള കുട്ടികൾക്ക് കൂടുതൽ എന്ത് കാര്യം പെട്ടെന്ന് വായിച്ചാൽ കിട്ടും. ഐക്യം കുറഞ്ഞ കുട്ടികൾക്കാണ് ശരിക്കും പഠനത്തിൽ ബാക്കോട്ട് പോകുന്നത്. ലോകത്തെ ഒരുവിധ എല്ലാ കുട്ടികളും ആദ്യ പേജ് അവർ പഠിച്ചിട്ടുണ്ടാവും. 2, 3, 4 പേജൊക്കെ എത്തുമ്പോഴാണ് പലരും സ്ട്രഗിൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയും അവർ പഠിച്ചൊന്നും അവർ തലയിൽ നിൽക്കാതെ വരുന്നതാണ്. അതേസമയം പഠിക്കുന്ന കുട്ടിക്ക് എന്താണ്, അതിനൊറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ അത് ക്ലിയർ ആണ്. ഇതാണ് വ്യത്യാസം. പിന്നെ മറ്റുള്ളവർ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്, പൊതുവിൽ അത്യാവശ്യം ദൈവം ബുദ്ധി കൊടുത്തവരും വരുത്തുന്ന മിസ്റ്റേക്ക് ഇതാണ്, ഒരു റൂട്ടിലല്ല പലരും പല കാര്യം ചെയ്യും. എന്തിനും റൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ പറയാം, ഇപ്പൊ ഒരു എക്സാമ്പിളൂടെ തെളിയിക്കാം. ഒരാളിപ്പോ എന്നോട് ചോദിക്കാം, ചേട്ടാ എനിക്ക് എറണാകുളത്ത് പോകണം, ട്രെയിനിൽ പോകണമെന്നുണ്ട്, ഞാൻ ഒരു ട്രെയിനിലൊന്നും പോയില്ല. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ കോഴിക്കോട് നിന്ന് 75 രൂപ ടിക്കറ്റ് മതി, എത്ര സമയം എടുക്കും? ഒരു 3.5 മണിക്കൂർ. കോഴിക്കോട് ആ റെയിൽവേ സ്റ്റേഷൻ അല്ല ബസ് സ്റ്റാൻഡിന്റെ അടുത്താന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞത് മാത്രം ഈ വ്യക്തി കേൾക്കുന്നത്. ഇയാൾ പാളയത്ത് പോയി ഇറങ്ങി, റെയിൽവേ സ്റ്റേഷൻ എവിടെ? അപ്പൊ ആൾക്കാർ പറഞ്ഞു, ഇവിടുന്ന് ഒരു ഓട്ടോയിൽ പോയിട്ട് വരും കേട്ടോ. ഈ പണ്ഡിറ്റ് എന്നോട് ഈ ഓട്ടോയിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഓട്ടെ. അതിന് ഇയാൾ അവിടെ എത്തി, ടിക്കറ്റ് എടുത്തു. അവിടെ 2 ട്രെയിനുണ്ട്. ഇയാളെന്ത് ചെയ്ത് ആരോടൊന്നും ചോദിക്കുന്നല്ലോ, ട്രെയിനിൽ കയറി അലാറം കൊടുത്തു. 3.5 മണിക്കൂർ. ഇയാളല്ലേ പറഞ്ഞു 3.5 മണിക്കൂർ. 3.5 മണിക്കൂറിന്റെ എറണാകുളം എത്തുന്നല്ലേ പറഞ്ഞു. 3.5 മണിക്കൂർ കൊണ്ട് ഇയാൾ എത്തി. ഇയാൾ ഉറക്കത്തിലൊക്കെ എണീച്ച് നോക്കി, കാസർഗോഡാണ് എത്തിയത്. അയാൾ മംഗലാപുരം വണ്ടിയിലാണ് കയറിയത്. അവിടെ എറണാകുളത്തേക്കും മംഗലാപുരത്തേക്കുള്ള വണ്ടി നിർത്തിയിട്ടുണ്ട്. ആ മനുഷ്യനെ പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം വേണോ? നമ്മൾ അങ്ങനെ 2 ട്രെയിൻ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആരോട് ചോദിക്കുക, ചേട്ടാ ഈ ട്രെയിന് എറണാകുളം പോകുന്നതാണ്. അപ്പൊ അവർ പറയാൻ, അത് ഈ ട്രെയിനല്ലോ, ആ ട്രെയിനാണ്. പിന്നെ 3.5 മണിക്കൂർ, അതിപ്പോ ഇറ്റ് ഡിപ്പെൻസ്. അത് ജനശതാബ്ദിക്ക് 3 മണിക്കൂർ മതി, പാസഞ്ചറിന് കയറി 6 മണിക്കൂർ വേണം. ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ പല ആളുകൾക്കും പ്രായോഗിക ബുദ്ധി കുറവാണ്. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. വളരെ കഴിവുള്ളവരും ഒരുപാട് കാര്യങ്ങൾക്ക് ദൈവം കൊടുത്ത കഴിവുള്ളവർ പോലും അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് അതിന്റെ റൂട്ട് അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ റൂട്ട് അറിയാൻ അവർ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും, ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങൾ 10 മണിക്കൂർ ചെയ്യേണ്ട കാര്യം 2 മണിക്കൂർ മതി. നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാൻ 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തലയിലെഴുത്ത് എന്ന് പറയുമ്പോൾ 50 ആവുന്നുള്ളൂ. പകുതി നമ്മൾ കഴിഞ്ഞ എന്തൊക്കെയാണോ ചെയ്ത് അതിന്റെ റിസൾട്ടൊക്കെ അനുഭവിക്കാനുള്ളൂ. പകുതി നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാറ്റാം. ഹലോ, അത് ഒരു സൈഡിൽ കോൺഫിഡൻസ് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, എന്റെ 10ാമത്തെ സിനിമയും ഞാൻ തിയേറ്ററിൽ ഇറക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റൂട്ട് കറക്റ്റാണ്. വിജയിച്ചോ എത്രമാത്രം വിജയിക്കുന്നു പരാജയപ്പെടുന്നു. ഒന്നില്ലെങ്കിൽ 2011 വന്ന സന്തോഷ് പണ്ഡിറ്റിനെ 2020 ഇവിടേക്ക് വിളിച്ചല്ലോ. അപ്പോ 9 കൊല്ലം സന്തോഷ് പണ്ഡിറ്റ് റൂട്ട് കറക്റ്റാണ് അതിന്റെ അർത്ഥം. കാരണം 9 കൊല്ലം 2011 സന്തോഷ് പണ്ഡിറ്റിനോടൊപ്പം 85 പുതിയ നടന്മാര് 115 ഡയറക്ടർമാർ വന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ആ ഡയറക്ടറുടെ പേര് നിങ്ങളിലെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതിൽ പറയുന്ന 115 ഡയറക്ടർമാർ രണ്ടാമത്തെ ഒരു സിനിമ ചെയ്തിട്ടില്ല. അതിൽ ചെയ്ത 85 നടന്മാരും പിന്നീട് ഒരു കാര്യമായിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോ ഞാൻ ചെയ്ത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല, എന്റെ വഴി ശരിയായിരുന്നു. ഞാനേ ശരിയെന്നല്ല, എന്റെ വഴിയിൽ ശരിയുണ്ട്. അങ്ങനെ ക്രിറ്റിസിസം തീർച്ചയായിട്ടും ക്രിറ്റിസിസം ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ക്രിറ്റിസിസം 2 തരമുണ്ട്, വിമർശനം 2 തരമുണ്ട്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഒരാൾ എങ്ങനെയെങ്കിലും നശിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ വിമർശിക്കുന്നതിനെയാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്താണ്? ഒരാൾ നന്നാവണം എന്നുള്ള രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നതിനെയാണ്.
ഇപ്പൊ മദ്യം കഴിക്കാത്ത ഒരാളോട് നമ്മൾ പറയാണ്, എടാ മദ്യം കഴിക്കാത്തവനൊക്കെ ഒരു ആണാണോ എന്നൊക്കെ ചോദിക്കുന്നത് ഇവൻ എങ്ങനെയും മദ്യം കഴിച്ച് നശിക്കട്ടെ എന്നുള്ള ചിന്തയോടെയാണ്. അതേസമയം മദ്യം കഴിക്കുന്നവരോട് മോനെ ആ പൈസ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തുകയും ചോദിക്കുന്നത് കൺസ്ട്രക്റ്റീവ് ഡിസിസമാണ്. അയാൾ നന്നാവണമെന്ന് വെച്ചിട്ടാണ്. പിന്നെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. നമുക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നതൊക്കെ ശരിയായിട്ട് തോന്നും. നമുക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ അയാൾ എത്ര നന്നായി സംസാരിച്ചാലും അയാൾ എത്ര നല്ല മനുഷ്യനാണെങ്കിൽ നമ്മൾ അയാളുടെ കുറ്റം കുറേ കണ്ടുപിടിക്കും. ടേക്ക് എൻ എക്സാമ്പിൾ. ഇപ്പൊ ഒരു അമ്മായിമ്മയും മരുമോളുണ്ട് വിചാരിക്കാം. അമ്മായിമ്മയ്ക്ക് ഷുഗറിന്റെ പേഷ്യന്റ് ആട്ടോ. ഈ മരുമോള് അബദ്ധത്തിൽ ചായയിൽ അന്ന് പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പൊ സാധാരണ ഈ അമ്മായിയമ്മ അത് കുടിച്ചു. അപ്പോഴാ മനസ്സിലാകുന്നത് പഞ്ചസാര എന്നും പഞ്ചസാര ഇടാതിരുന്നാണ് ഇന്ന് പഞ്ചസാര ഇട്ടാ കൊടുത്തത്. അപ്പൊ മരുമോൾ അമ്മയെ സോറി ഇട്ടോ. ഉടനെ അമ്മായിയമ്മ അത് സാരല്ല കുട്ടിയെ, ഇതൊക്കെ തെറ്റ് എല്ലാവർക്കും പറ്റൂലേ, ഈ ഒരു കാര്യം ചെയ്യും, ആ പഞ്ചസാര എല്ലാവരും തന്നേക്കെന്ന് പറയും. ശരി, ഈ മരുമോൾ അമ്മായിമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല വിചാരിച്ചോട്ടോ. പാവം മരുമോൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, പഞ്ചസാര കൊടുത്തു. ഇത് കുടിച്ച ഉടനെ അമ്മായിയമ്മ, എടി ഞാൻ എത്രയും പെട്ടെന്ന് ചാകട്ടെ എന്ന് കരുതി നീ ബോധപൂർവ്വം പഞ്ചസാര കൂട്ടി തന്നേടി എന്ന് ചോദിച്ചു. അതെന്താണ്? ഇവിടുത്തെ വ്യത്യാസം സ്നേഹമാണ്. നമുക്ക് ഒരാളെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി തെറ്റ് പറഞ്ഞാലും ഒരു പൊട്ടത്തരം പറഞ്ഞാലും നമുക്ക് ശരിയായിട്ട് തോന്നും. ഒരു വ്യക്തിയെ നമുക്ക് ഇഷ്ടമല്ല, വെറുക്കുന്നുവെങ്കിൽ ആ വ്യക്തി വളരെ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞാലും അതിലെ കുറ്റം കുറവ് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ചോദിക്കണം? ഇല്ലല്ലോ. അപ്പൊ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ശ്രീ ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ഇത്തവണയും പതിവ് പോലെ തന്നെ ഗംഭീരമാവട്ടെ എന്ന് പറയും. അതോടൊപ്പം അതിന്റെ ഭാരവാഹികളെ എപ്പോഴും നിങ്ങൾ ഓർക്കണം. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു 4 പേര് ഒരു അതിഥിയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ട് വേണം എല്ലാം ശരിയാക്കാം, പറഞ്ഞു വരികയാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പരിപാടി ഇപ്പൊ ഒരു 10 ദിവസത്തെ പരിപാടി അല്ലെ, ഞാൻ വരുമ്പോൾ തന്നെ ചോദിച്ചു, 10 ദിവസത്തെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ വളരെ നമ്മൾ മനസ്സുകൊണ്ട് ഞാൻ തൊഴുകുന്നു. ഞാൻ പറയുന്നത് ഈ ഓർക്കാട്ടിരി ചന്ത എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോലും എല്ലാവരും അറിയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്രയും നന്നായി ചെയ്യുന്നതുകൊണ്ടല്ലേ ഇത്രയും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്ഷേത്ര കമ്മിറ്റിയിലെ ആളുകളെ എനിക്ക് മുഴുവനായിട്ട് അറിയില്ല. അവരോട് എപ്പോഴും ഒരു നന്ദിയുള്ളവരാവുക. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ നമ്മളെ കഴിവിനനുസരിച്ച് ചെയ്യാം. അതോടൊപ്പം ദൈവത്തിന്റെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചെറിയ ചെറിയ സോഷ്യൽ സർവീസും നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കൂടെ മറക്കാതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും കൂടുതലായി ഇപ്പോഴും ചെയ്യുന്നുണ്ട്, കൂടുതൽ ചെയ്യാൻ ഇടവരട്ടെ. അപ്പൊ ഇത്തവണ ഒരു അടിപൊളി ഉത്സവം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സാറേ, ഈ പ്രായോഗിക ബുദ്ധി മറ്റുള്ളവർക്ക് പറഞ്ഞത് കൊണ്ടാണ് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ രചന സംവിധാനം എല്ലാം താങ്കൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ 9 സിനിമ നിർമ്മിച്ചത് സാർ ഞാൻ പറയുന്നു എന്റെ കേസില് ഞാൻ റിലയൻസ് മലയാളിയുടെ മോനായിട്ടല്ല ജനിച്ചത്, മനസ്സിലായില്ല. അപ്പൊ കയ്യിൽ അത്രയ്ക്കുള്ള പൈസയുള്ളൂ. അപ്പൊ ചെറിയ ലോ കോസ്റ്റ് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞാൽ പരമാവധി പണിയിൽ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം ഉറുപ്പിയുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു വീട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിന് നടക്കൂല. അപ്പൊ നിങ്ങൾ തന്നെ കിള കീറുന്നു, നിങ്ങൾ തന്നെ കരിങ്കല്ലും ഇതൊക്കെ കൊണ്ടുവരുന്നു, നിങ്ങൾ തന്നെ പെയിന്റ് അടിക്കുന്നു, നിങ്ങൾ തന്നെ ആശാരിപ്പണി എടുക്കുന്നു, എന്നിട്ട് നിങ്ങളൊരു വീട് ഉണ്ടാക്കും വിചാരിച്ചു. അപ്പൊ ഒരു പക്ക ഒരു ആശാരി ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ നിങ്ങൾ ചെയ്യുന്നതിന് കിട്ടൂല. പക്ക പെയിന്റർ ചെയ്യുന്ന പെർഫെക്ഷൻ നിങ്ങൾ ചെയ്യുന്നതിന് കിട്ടൂല. എല്ലാം നിങ്ങളുടെ ഒരു ഐഡിയയിൽ നിങ്ങൾ ചെയ്യണം. പക്ഷേ 1 ലക്ഷത്തിന് നിങ്ങൾ പറഞ്ഞ വീട് ഒരുവിധം ഉണ്ടാക്കി, മനസ്സിലായില്ലേ? അതുപോലെ എന്റെ ബുദ്ധി എനിക്ക് ചെറുപ്പത്തിലെ മനസ്സിലായി. ദൈവം എനിക്ക് തന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ റേഞ്ച് എന്താണെന്ന് ഞാൻ ഏതാണ്ട് മനസ്സിലാക്കി. അതിന്റെ മാക്സിമം നമ്മൾ ചെയ്യാന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ഒരു പാട്ട് പഠിക്കണേ. പുതിയത് ഇപ്പൊ 10ാമത്തെ സിനിമ ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ചുരുങ്ങിയ ബജറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞാലും തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പോ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാനും ഒരുപാട് തെറ്റുകളും മിസ്റ്റേക്സ് ഒക്കെ എനിക്കും വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ദൈവം തന്ന ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര എനിക്ക് പറയാൻ പറ്റൂ. സന്തോഷ് പണ്ഡിറ്റിനെ കൊടുത്ത ഒരു ബുദ്ധി ഈ ലോകത്തെ ഏതെങ്കിലും ഒരുത്തനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തലകുത്തി മറിഞ്ഞാൽ ഞാൻ എത്തിയെടുത്തെത്തൂല. അത്രേ പറയുന്നു. അതായത് എനിക്ക് തന്നതിന്റെ മാക്സിമം ചെയ്തു. കൂടുതൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 5 കോഴ്സ് ചെയ്തു. ഗവൺമെന്റ് ജോലി കിട്ടി. ജോലിക്കിടയിൽ തന്നെ ഇരുന്നിട്ട് LLB ആയാലും MSc ആയാലും എന്റെ കഴിവിനനുസരിച്ചൊക്കെ പഠിച്ചു. ഇപ്പോഴും പരമാവധി ജോലികൾ ചെയ്യുന്നു. ഒരുവിധം ഏത് വിഷയമായാലും ഇപ്പോഴും എൻ്റെ മുന്നിൽ ഒരു ബുക്ക് കിട്ടിയാൽ ഞാൻ ഇരുന്ന് വായിക്കും അല്ലെങ്കിൽ പഠിക്കും. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട്. പരമാവധി എത്ര സെലിബ്രിറ്റികളെങ്കിലും മറുപടി കൊടുക്കാറുണ്ടോ?
എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അപ്പൊ എന്റെ കഴിവിന്റെ മാക്സിമം, ഇതിലും കൂടുതലൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, പുതിയ സിനിമയിലെ ബ്രോക്കർ പ്രേമേന്ദ്രന്റെ ഒരു പാട്ട്. ഇടവ പാതി വന്നെന്റെ നാവുകളിൽ മൊഴിഞ്ഞു, കാറ്റുണർത്തുവേപ്പ് മരത്തണലിൽ ഞാനിരുന്നു, പുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു, കാൽത്തളമോതിരം ചാത്തി നീ അണഞ്ഞു. ഇടവ പാതി വന്നെന്റെ നാവുകളിൽ മൊഴിഞ്ഞു, കാറ്റുണർത്തുവേപ്പ് മരത്തണലിൽ ഞാനിരുന്നു, പുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു, കാൽത്തളമോതിരം ചാർത്തി നീ അണഞ്ഞു. ഉത്സവത്തിന്റെ ഭാഗമായി സദസ്സ് നമുക്ക് വേണ്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത മലയാള സിനിമയിലെ ബഹുവ്യക്തിത്വം, അതുകൂടാതെ കഴിഞ്ഞ പ്രളയകാലത്ത് വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ മലയാള സിനിമയിലെ നട്ടലുള്ള ചെറുപ്പക്കാരൻ കുറിച്ച ഈ പ്രതിഭയെ നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ തിരക്കിനിടയിലും ഇവിടെ എത്തിയ ശ്രീ സന്തോഷ് പണ്ഡിറ്റിനെ ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നമുക്കൊക്കെ ഒരു പുതിയ അനുഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ്റെ ഒരു പ്രസംഗം. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ ഒരു കാര്യം പറയുന്നു, ഞാനൊരു വിഷയം ഇവിടെ പറയുന്നു, ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. അപ്പോഴാണ് നിങ്ങളെ എനക്കും എന്നെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായി സന്തോഷ് പണ്ഡിറ്റ് ആരാണ്, അദ്ദേഹത്തിന്റെ കഴിവ് എത്രമാത്രമുണ്ട്, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത്. നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് കാര്യഗൗരവത്തോടുകൂടി വിവിധ വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ നൽകിയിട്ടുള്ള സ്നേഹോപകാരം എപ്പോഴും നമ്മുടെ മനസ്സിൽ പുതിയ അനുഭവം ഉണ്ടാക്കുന്നതാണ്. താത്വികപരമായ ചിന്തയും അതിൻ്റെ വിശകലനവും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എത്രത്തോളം ഉണ്ട് എന്ന്